പ്രസിദ്ധമായ പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? ഉത്തരം 1946. ഗീതയിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞ മഹാൻ? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയിയായി നിയമിക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ? ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി. ഇന്ത്യയിൽ ആദ്യമായി കന്യാകുമാരി കണക്കെടുപ്പ് നടന്ന വർഷം? ഉത്തരം 1871. തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ ആരായിരുന്നു? ഉത്തരം സർ CP രാമസ്വാമി അയ്യർ. ഗാന്ധിജി ദണ്ഡി മാർച്ച് നടക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത അവസരത്തിൽ സത്യാഗ്രഹികളെ നയിക്കുവാൻ ആരെയാണ് നിർദ്ദേശിച്ചത്? ഉത്തരം അബ്ബാസ് ത്യാബ്ജി. മുഗൾ കൊട്ടാരം സന്ദർശിച്ച ആദ്യ ഇംഗ്ലീഷുകാരൻ ആരാണ്? ഉത്തരം വില്യം ഹോക്കിൻസ്. ഇന്ത്യ ആക്രമിച്ച ആദ്യത്തെ മംഗോളിയൻ രാജാവ് ആരാണ്? ഉത്തരം ചെങ്കിസ് ഖാൻ. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഉത്തരം ആറ്റിങ്ങൽ കലാപം. 1773 കൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം വാറൻ ഹേസ്റ്റിംഗ്സ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് നടന്ന സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. ഇന്ത്യയിൽ അടിമത്തം നിർത്തലാക്കിയ വർഷം? ഉത്തരം 1843. ഇന്ത്യയിലെ ഒടുവിലത്തെ ഫ്രഞ്ച് അധീന പ്രദേശം ഏതാണ്? ഉത്തരം മാഹി. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കൽക്കത്തയിൽ ആരംഭിച്ച ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം വെല്ലസ്ലി പ്രഭു. കൊച്ചിയിലെ ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് ആരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? ഉത്തരം C രാജഗോപാലാചാരി. കശുവണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്ന വിദേശികൾ? ഉത്തരം പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ പോലീസ് സംവിധാനത്തിന് അടിത്തറയിട്ട ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം കോൺവാലിസ് പ്രഭു. ഒന്നാം കർണാട്ടിക് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഉത്തരം ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം കോൺവാലിസ് പ്രഭു. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത് എവിടെ വെച്ചാണ്? ഉത്തരം മണ്ണടി ക്ഷേത്രം. ഡച്ചുകാർ കേരളത്തിൽ ആരുമായാണ് ആദ്യം വ്യാപാര കരാർ ഉണ്ടാക്കിയത്? ഉത്തരം കോഴിക്കോട് സാമൂതിരി. വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളുടെ പ്രതിനിധിയായി പങ്കെടുത്തത് ആരായിരുന്നു? ഉത്തരം സരോജിനി നായിഡു. സിവിൽ നിയമലംഘനം ഗാന്ധിജി നിർത്തിവെച്ചപ്പോൾ ഇതൊരു ദേശീയ ദുരന്തമാണെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. മനുഷ്യ സ്നേഹം ഭക്തിയെ പോലെ തന്നെ പ്രധാനമാണ് എന്ന് പറഞ്ഞ മഹാൻ? ഉത്തരം മഹാത്മാഗാന്ധിജി. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം? ഉത്തരം പയ്യന്നൂർ. നേതാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷന്റെ പേര്? ഉത്തരം മുഖർജി കമ്മീഷൻ. പഴശ്ശിരാജ കൊല്ലപ്പെട്ട വർഷം? ഉത്തരം 1805. CP രാമസ്വാമി അയ്യരുടെ വധശ്രമവുമായി ബന്ധപ്പെട്ട അനന്തപുരി നൂറ്റാണ്ടുകളിലൂടെ എന്ന പുസ്തകം രചിച്ചത് ആരാണ്?
ഉത്തരം കെ ശിവശങ്കരൻ നായർ. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ അംബാസിഡർ എന്ന് മുഹമ്മദ് അലി ജിന്നെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം സരോജിനി നായിഡു. ബോൾഗാട്ടി കൊട്ടാരം പണിതത് ആരാണ്? ഉത്തരം ഡച്ചുകാർ. ബർമയിലെ മാൻലയിലേക്ക് നാടുകടത്തപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. കൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യമായി ബിരുദം നേടിയത് ആരാണ്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. കൈതച്ചക്ക ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന വിദേശീയർ ആരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. പോർച്ചുഗീസ് ഭരണത്തിൽ നിന്നും ഗോവയെ മോചിപ്പിച്ച നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം വി കെ കൃഷ്ണമേനോൻ. 1854-55 ഇന്ത്യയിൽ ആദ്യമായി പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചത് ആരാണ്? ഉത്തരം ഡൽഹൌസി പ്രഭു. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരം. ഉത്തരം ബർദോളി പ്രക്ഷോഭം. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും പാടിയ ഗാനം ഏതാണ്? ഉത്തരം രഘുപതി രാഘവ രാജാറാം. 1922 ഗാന്ധിജി ബ്രൂംഫീൽഡ് എന്ന ജഡ്ജി എത്ര വർഷത്തെ തടവിനാണ് ശിക്ഷിച്ചത്? ഉത്തരം 6 വർഷം. പപ്പായ ആദ്യമായി ഇന്ത്യയിലെത്തിച്ച വിദേശീയർ? ഉത്തരം പോർച്ചുഗീസുകാർ. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര്? ഉത്തരം രാമചന്ദ്ര പാണ്ഡുരംഗ്. 1857 വിപ്ലവത്തിനു ശേഷം മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തിയത് എങ്ങോട്ടാണ്? ഉത്തരം റങ്കൂണിലേക്ക്. വില്ലേജ് കമ്മ്യൂണിറ്റി സിസ്റ്റം പുനഃസ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം ഹേസ്റ്റിംഗ്സ് പ്രഭു. സരോജിനി നായിഡുവിനെ ഭാരത കോകിലം എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധിജി. സുഭാഷ് ചന്ദ്രബോസിനെ ദേശ് നായക് എന്ന് വിളിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. 1929 ഡിസംബർ 31 രവി നദിക്കരയിൽ ത്രിവർണ പതാക ഉയർത്തിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. രാജ്യത്തിന് പുറത്ത് സുഭാഷ് ചന്ദ്രബോസ് രൂപവൽക്കരിച്ച ആസാദ് ഹിന്ദ് സർക്കാരിലെ ഏക വനിതാ അംഗം ആരാണ്? ഉത്തരം ക്യാപ്റ്റൻ ലക്ഷ്മി. ഏത് വർഷമാണ് ബ്രിട്ടീഷുകാർ ക്യാപ്റ്റൻ ലക്ഷ്മിയെ പിടികൂടി 1 വർഷക്കാലം ജയിലിലടച്ചത്? ഉത്തരം 1945. ദി പോസ്റ്റ് ഓഫീസ് എന്നത് ആരുടെ കൃതിയാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. 1901 തിരുവിതാംകൂർ സന്ദർശിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ഉത്തരം കഴ്സൺ പ്രഭു. ലാലാ ലജ്പത് റായ് അന്തരിച്ചത് എന്നായിരുന്നു? ഉത്തരം 1928 നവംബർ 17. സർ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാനായി നിയമിതനായ വർഷം? ഉത്തരം 1936. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ബംഗാൾ വിഭജനത്തിനെതിരെ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ കവിത? ഉത്തരം അമർ സോനാർ ബംഗള. ഷഹീദ് ദ്വീപ് എന്ന് INA ഭടന്മാർ വിളിച്ച സ്ഥലം? ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ഏത് ജയിലിലാണ് സ്വതന്ത്ര ജ്യോതി എന്ന കെടാവിളക്ക് തെളിയിച്ചിട്ടുള്ളത്? ഉത്തരം കാലാപാനി സെല്ലുലാർ ജയിൽ.
പോർട്ട് ബ്ലെയറിൽ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചിട്ടുള്ള കൂറ്റൻ ജയിൽ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം കാലാപാനി. തൊഴിലാളി വർഗത്തിനായുള്ള മലയാളത്തിലെ ആദ്യ പ്രസിദ്ധീകരണമായ വേലക്കാരൻ 1933 പുറത്തിറക്കിയത് ആരാണ്? ഉത്തരം കെ അയ്യപ്പൻ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ സർവകലാശാല? ഉത്തരം കേരള സർവകലാശാല. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ്? ഉത്തരം 1854 വുഡ്സ് ഡെസ്പാച്ച്. തിരുവിതാംകൂറുകാർക്ക് എന്നത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? ഉത്തരം മലയാളി മെമ്മോറിയൽ.